ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്നും കൂടി അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. സംഭവം വേറൊന്നുമല്ല, അമ്മാമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് അമ്മാമ്മയുടെ കടയിൽ പോയപ്പോൾ ഒറ്റ സാധനങ്ങളില്ല ഗൈസ്. ശരിക്കും കട തുറന്നപ്പോഴത്തേന് ശൂന്യം. അതായത് കുറച്ച് 1-2 മറ്റേ ഇല്ല ബിസ്ക്കറ്റ്, 3-4 ചന്ദനത്തിരി, അതുപോലെ ഷാമ്പു, അതൊക്കെ മാത്രമേ ഉള്ളൂ. അമ്മമ്മയുടെ കടയിൽ ഒരു സാധനവും ഇല്ല. ഞാൻ അമ്മാമ്മ എടുത്ത് പറഞ്ഞ് കട തുറന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പം അമ്മാമ്മ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എനിക്കത് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. ഞാനും വിചാരിച്ചില്ല കടയിലൊരു സാധനം കാണൂല എന്ന് ഞാനും വിചാരിച്ചില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചേനായിരുന്നു. അമ്മ പിന്നെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പറയാറുമില്ല ഇല്ലേ, ഒന്നിനും ഇന്ന് വരെ പരാതികളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ് ചെയ്യുക അല്ലേ. അവരടുത്ത് പറയുന്നില്ല, നമ്മൾ താക്കോല് മേടിക്കുന്നു, നമ്മള് സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ട് കൊണ്ട് കാണിക്കുന്നു. സർപ്രൈസ് ആയിട്ട് അമ്മാമ്മയെ കാണിക്കുന്നു. അമ്മാമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാവും കേട്ടോ, കാരണം പ്രതീക്ഷിക്കത്തില്ല എന്തായാലും. പിന്നെ വേറെ എന്തൊക്കെ സാധനം മേടിക്കാവുള്ളൂ, എനിക്ക് എന്തൊക്കെ മേടിക്കണമെന്ന് അറിയാം. അല്ല, ലിസ്റ്റ് എഴുതണ്ടേ ഒന്ന്? വേണ്ട, കട തുറക്കും, അതിനൊന്നും നമുക്ക് പോകണം. അപ്പൊ എന്തായാലും ഗൈസ്, നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം. സാധനങ്ങൾ മേടിക്കുന്നത് സാധാ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ലല്ലോ, ഹോൾസെയിൽ ആയിട്ടുള്ള കടയിൽ നിന്ന് മേടിക്കണം. എന്നാലല്ലേ വിൽക്കുമ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടുള്ളൂ. മുളകും വലിയ കണക്ക കിട്ടാ. ഇത് പിരിയനല്ലേ? പിരിയോ? മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും നമ്മള് കടയിൽ നിന്ന് അങ്ങനെ മേടിക്കത്തില്ല, നമ്മള് മേടിച്ച് പൊടിക്കും ഇല്ലേ. മാവേലിശ്വരനോ സപ്ലൈക്കോ സൂപ്പർ മാർക്കറ്റോ സപ്ലൈക്കോലൊന്നും പോകത്തില്ലേ? അവിടെയൊക്കെ ലാഭത്തിന് കിട്ടും. നമ്മൾ എവിടുന്നായാലും ലാഭത്തിന് സാധനം മേടിക്കണം, ജീവിക്കാൻ പഠിക്കാം. എന്തിനാ ഇനി നീ ഒരു കാര്യം ചെയ്ത്, നിനക്ക് ഞാൻ 2 റേഷൻ കാർഡ് തന്നു വിടാം. നീ സപ്ലൈകോ 2 റേഷൻ കാർഡ് ഉണ്ടോ? നമ്മള് 2 കാർഡ് കൊണ്ടുപോയാ അയലോക കാർഡ് അമ്മ മേടിക്കും. ഇല്ലില്ല, നമ്മുടെ കാർഡ് മേടിച്ചോണ്ട് പോയി അവര് മേടിക്കും. അമ്മക്ക് എന്തിനു വരും കമ്മീഷൻ? അങ്ങനൊന്നുമില്ല, ഫ്രീ ഡെലിവറി. അരി മേടിച്ച റേഷൻ കാർഡ് ഞാൻ പറയില്ല, അപ്പൊ കാർഡിനോട് തരുമോ? ഓ അനുബന്ധം ഞാൻ കൊടുക്കും. അങ്ങനെ അയലോകത്ത് 2 ഒപ്പിച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പൊ ഒരു കാർഡിന് 5 കിലോ അരി എങ്ങാണ്ട. അപ്പൊ 2 കാർഡ് ഉണ്ട്, 10 കിലോ അരി കിട്ടും. നെറ്റിൽ എന്തോ ചുമന്നിരിക്കുന്ന ഈ സൈഡിലായിട്ട് എന്തോരോ. സോറി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇറങ്ങി സാധനമൊക്കെ മേടിച്ചിട്ട് അമ്മാമ്മയ്ക്ക് സർപ്രൈസ് ചെയ്യിക്കാം കേട്ടോ. അമ്മേ സാധനം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ കടയിലോട്ട് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സാധനവും മേടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബാക്കി ആ ചാക്കൊക്കെ എടുത്തിട്ട് വാ ഇങ്ങോട്ട്. അച്ഛൻ ഒരു ചാക്കിലൊക്കെ സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ബോക്സ് കിട്ടിയില്ല കേട്ടോ ഇവിടെ, അതുകൊണ്ട് ചാക്കിലാക്കി സാധനങ്ങളെല്ലാം. എല്ലാം എടുത്തില്ലേ? ചാക്ക് ഫുള്ള് സാധനം കേട്ടോ. ഓക്കെ, അമ്മാമ്മ ഇത് തകർക്കും, എനിക്ക് വയ്യ. ഇനിയിപ്പോൾ അങ്ങോട്ട് മുട്ടൻ കച്ചവടമായിരിക്കും അവിടെ ഇല്ലേ ചാ? തിരക്കായിരിക്കും അമ്മാമ്മക്ക്. ചായ കുടിക്കുമ്പോൾ കടിക്കാൻ ബന്ന്. ഡിക്കി നിറഞ്ഞു കേട്ടോ സാധനങ്ങളുണ്ട്. സാധനം എല്ലാം പറക്കി വെച്ചിട്ടുണ്ട്, ഒന്നും മിസ്സായിട്ടില്ലല്ലോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടച്ചോ. ഡിക്കി നിറഞ്ഞുണ്ട്. എനിക്കാണ് സാധനം എടുത്തിട്ട് അങ്ങോട്ട് മതി വരുന്നില്ല. ഒത്തിരി സാധനം മേടിച്ച കേട്ടോ. പിന്നെ അമ്മാമ്മയുടെ കട അറിയാലോ, നിങ്ങൾ കണ്ടല്ലോ, ഒത്തിരി ഭയങ്കര വലിയ കടയല്ല ഇല്ലേ ചാ? പിന്നെ അതിനകത്ത് വെക്കാനും ലിമിറ്റേഷൻസ്. വണ്ടി. അപ്പൊ ഇനി എന്തായാലും അമ്മമ്മയുടെ വീട്ടിൽ എത്തിയിട്ട് കാണാൻ സുഹൃത്തുക്കളെ. അമ്മ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ തുറക്കരുതെന്ന്. അപ്പം നമുക്ക് ചെന്നിട്ട് കടയൊക്കെ റെഡി ആക്കിയിട്ട് അമ്മാമ്മയെ കൊണ്ടുവന്ന് കട കാണിക്കാൻ സുഹൃത്തുക്കളെ. അപ്പൊ ലെറ്റ്സ് ഗോ. നമ്മള് ചെറുതായിട്ട് വലിച്ചു കേട്ടോ, ഭയങ്കര മഴ. ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇടിച്ചു കുത്തി പോയത്, റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു. നല്ല മഴയായി പോയിട്ടോ. എങ്ങനെ ഞാൻ മഴ ഒറ്റ ഓട്ടം ഓടാ. ഭയങ്കര മഴ, ഓടിയോ? ഇങ്ങോട്ട് ഓടി. ഭയങ്കര മഴ കേട്ടോ, ഓടിപ്പോ. ഭയങ്കര മഴ, ഓടിപ്പോ. അച്ഛൻ ഇയോന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. വെള്ളം വരുന്ന നോക്കിയാണ്. ഫുള്ള് നനഞ്ഞ കേട്ടോ. ഒന്നേ കുരുങ്ങിയ ഇവിടെ ആളുണ്ടോ? ഓടി മഴ പെയ്ത് നനഞ്ഞ്. ഈ ശ്വാസം ഒന്നും കിട്ടി വെള്ളം. ഇന്ന് കട തുറന്നില്ലേ? ഇല്ല, നിങ്ങൾ വന്ന്
ആ ഇത് നമ്മളാ ചായ അടിക്കുന്ന അതല്ലേ അമ്മാമ്മക്ക് റെസ്റ്റ് നമ്മൾ ഇന്ന് ഫുള്ള് നമ്മള് വരുന്നോണ്ട് കേട്ടോ മേക്കപ്പ് ഒക്കെ അടിച്ചിരിക്കും അമ്മാമ്മ. ഓരോ ദിവസം വരുമ്പോഴും ലുക്ക് കൂടി കൂടി വരുക അമ്മമ്മയുടെ. എന്തോ വെച്ച് എന്തോ ഉണ്ടാക്കി എന്തോ മിക്സിക്കകത്ത് എന്തോ ചമ്മന്തിയോ അരപ്പരച്ചോ എന്തരാ ചക്കക്കുരു മാങ്ങയോ ഒന്ന് 5-6 വിടാം. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിരിക്കാം. നല്ല രസം കേട്ടോ മഴയത്ത് വിടാൻ. മീൻകറിയൊക്കെ വെച്ചേക്കോ. എനിക്ക് കറിയുടെ ഒക്കെ കളറുണ്ടോ? ഈ മീനിന്റെ തല കളയത്തില്ല കേട്ടോ. എല്ലാ മീനിന്റെ തലയും അമ്മ പറയുന്ന മീൻ തല എടുത്താലേ മീൻ രുചിക്കൂ. അതങ്ങനെ പോയാലോ കടലോട്ട് പോവാം. അമ്മാമ്മ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണല്ലോ. ഓട്ടോമാറ്റിക് ആണല്ലോ അമ്മാമ്മ കൊട. നമ്മള് പോയിട്ടേ ചായ റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേനും വന്നാൽ മതി. നീ വരുന്ന ചായ അടിക്കാൻ വിളിച്ചാൽ മതി. ഓക്കെ വിളിക്കാവേ. ശരി ഓക്കെ. ഏതാ അമ്മാമ്മ താക്കോല്? ഇത് അതാ പണപ്പെട്ടിയുടെ താക്കോല്. ഏതാ പണപ്പെട്ടി ഇവിടെ ഇരിക്കുക. ഓ അതൊക്കെ സേഫ് ആയിട്ട് ഇവിടെ വെച്ചേക്കോ കേട്ടോ. വേണ്ട വേണ്ട വെളിയിലത്തെ താക്കോല് ഇത് ഇത് അത് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അല്ലെ ലോക്കൊക്കെ കുരുങ്ങി അതിനകത്തിരിക്കും. മഴ പെയ്യുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഇതിന്റെ അകത്തൂടെ നോക്കിയാ മതി. ഇല്ലേ മാമ? നമ്മള് ചായ റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേനും വന്നാൽ മതിയേ. ഓക്കെ സെറ്റ്. ഓക്കെ ലെറ്റ്സ് ഗോ. കടയിലോട്ട് പോവാം കേട്ടോ. കാരണത്തിരിക്കേണ്ട സാധനം മൊത്തം മഴ പോയി കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല. തോന്നു മഴ. ഓ എന്തോ മഴയായിരുന്നു. അമ്മ താറാവ് തോണ്ടേ അമ്മ ഒന്ന് പിടിയമ്മ ഒന്നിനാ. അത് ഓടിപ്പോടേട്ടാ സൗണ്ട് കേട്ടപ്പോ. അവിടെ എന്ത് കിടക്കുന്നേ? അതെന്നത് ഈ സത്യത്തിൽ ഈ കടയുണ്ടല്ലോ അമ്മാമ്മയുടെ സൈസിന് പണിഞ്ഞിട്ടേക്കുക. നമുക്ക് നമ്മുടെ രീതിക്ക് കയറി അങ്ങോട്ട് പെരുമാറാൻ പറ്റത്തില്ല. ഓരോ പലകളായിട്ട് ഒന്നുമില്ല. ഓക്കെ അന്ന് വന്നപ്പോഴും ഇതുപോലെ തന്നെ കേട്ടോ കടന്നേ. സാധനങ്ങളൊന്നുമില്ല. വേണ്ട 3-4 ഷാമ്പു സംഭവം സോപ്പ് പൊടി അത്രേ ഉള്ളൂ. വേറെ ഒരു സാധനവും ഇല്ല. അപ്പോ നമുക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാം. ഇത് വെക്കുമ്പോഴേ അമ്മാമ്മയുണ്ടല്ലോ ഒത്തിരി സാധനങ്ങൾ ഒരുമിച്ച് മേടിക്കത്തില്ല. ഇപ്പൊ ഒരു 5 ലേസ് 5 മുട്ടായി അല്ലെങ്കിൽ 5 ബന്ന് അങ്ങനത്തുള്ള കച്ചവടമാണ് അമ്മാമ്മയ്ക്ക് കൂടുതലും. ഒറ്റയ്ക്ക് സാധനം മേടിക്കത്തില്ല അല്ലേ? അതൊരു കാര്യമുണ്ട്. കയ്യിലുള്ള അനുസരിച്ച് പൈസ ഇച്ചിരി കിട്ടുന്ന അനുസരിച്ച് അമ്മാമ്മ മേടിച്ചു വെക്കുന്നത്. ഇത്രയും ലേസ് ഉണ്ട് കേട്ടോ. ഇനിയുണ്ട് അതിനകത്ത്. ഇതിനകത്ത് മൊത്തം ബിസ്ക്കറ്റ് മഞ്ച് അങ്ങനെ സാധനമല്ലേ. ഈ ബിസ്ക്കറ്റ് കൊടുത്തു കൂടുതലും മറ്റേ കൊച്ചു പിള്ളേരാട്ടോ സാധനം മേടിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ക്രീം ബിസ്ക്കറ്റ് ആയിരിക്കും ഇഷ്ടം കൂടുതലും. മുട്ടായി ഉണ്ട് കേട്ടോ കുറെ. ഇതിപ്പോ സാധനമില്ല വെക്കാൻ സ്ഥലമില്ല. അകത്ത് വെക്കും. അതിന്റെ മണ്ടേ നമുക്ക് മുട്ടായി നിരത്തി വെക്കാം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഒത്തിരി സാധനം മേടിച്ചാലും വെക്കാൻ പറ്റത്തില്ല. മെൻഡോസ് കമ്പൂട്ടായി എനിക്കൊരു കമ്പൂട്ടായി ഇടണം. അത് ഞാൻ അവിടുന്ന് മേടിച്ചു തരാം. ചോക്കി ഉറിഞ്ചി വലിക്കാൻ. ഓക്കെ അപ്പോൾ സാധനം എല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമാ. അറിഞ്ഞൂടെ കട ഫുള്ള് ഫില്ലായി വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേസ്. അപ്പോൾ നമ്മൾ കടയിൽ സാധനവും കാര്യങ്ങളെല്ലാം പറക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മാമ്മ വന്നിട്ട് തുറന്നു നോക്കട്ടെ. ഇല്ലേ ചാ? നമ്മൾ കട അടച്ചിട്ട് കേട്ടോ. അകത്ത് സാധനം എല്ലാം സെറ്റാണ്. റെഡിയല്ലേ? ഓക്കെയാണ്. അയ്യോ ഭയങ്കര സന്തോഷം കേട്ടോ ഗൈസ്. ഞാൻ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓലിയരുവോ വാട്ടർഫോൾസിലോട്ട് പോകുന്നതിന്റെ വഴിയിലുള്ള കടയാട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പോണെങ്കിൽ കയറാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എല്ലാരും കയറണം കേട്ടോ. ആരും വന്നില്ല അതില്ലേ വരണേ വേണ്ട. ഇത് ഈ വഴിയാ അഞ്ചലുള്ള ഓലിയരുവോ വാട്ടർഫോൾസിലോട്ട് പോണ വഴിക്കുള്ള ഒരേ ഒരു കട. ഏക കടയാണ് എൻ്റെ അമ്മാമ്മയുടേത്. ഇവിടെ വന്നിട്ട് ഒരു ചായയും ബണ്ണും ഒക്കെ മേടിച്ച് തിന്നണം കേട്ടോ എല്ലാവരും. കച്ചവടം സെയില് നടക്കണം. അതല്ലേ നമ്മൾ സാധനം മേടിച്ചിട്ട് സെയില് നടക്കട്ടെ. അമ്മയ്ക്ക് ഇച്ചിരി ചായ ഒഴിക്കുന്നതൊക്കെ ഉള്ളു. അത്രേ ഉള്ളു കച്ചവടം. പിന്നെ ഇച്ചിരി എണ്ണയും തിരി. പിന്നെ കൊച്ചുങ്ങൾ ബിങ്കോ. പിന്നെ ഇവിടെ തോട്ടി കുളിക്കാൻ ആൾക്കാരൊക്കെ ഒരു ചിലപ്പോൾ സോപ്പൊക്കെ മേടിക്കും. സോപ്പ് എടുക്കാൻ മറന്നു പോവെങ്കിൽ പിന്നെ അവർ കയറി പോകത്തില്ല. 10 രൂപയുടെ സോപ്പ് മേടിക്കും. അതൊക്കെയാണ് കച്ചവടം. പിന്നെ സോപ്പ് പൊടി 10ന്റെ സോപ്പ് പൊടി. അത്രയുള്ള കൊച്ചു കൊച്ചു കച്ചവടങ്ങളേ ഉള്ളൂ. വേറെ ആരും ആശ്രയിക്കുന്നില്ലല്ലോ. ചെറിയ കച്ചവടം ആയാലും ഒരു 5 ചായ കഴിച്ചാലും അമ്മാവ ജീവിക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു കാര്യമാണ്. ഈ ഒരു ഏജിലും വെറുതെ ഇരിക്കാണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ, അത് ഇത്ര വലിയ കാര്യമാണ്. നമ്മുടെ അവിടെ പിന്നെ ജമീലാമി ചായ കച്ചവടം രണ്ടുപേരും ഭാര്യ ഭർത്താവ് കൂടെ ചായ കച്ചവടം കഴിഞ്ഞാണ് അവർ ജീവിക്കുന്നത്. പൈസ ഒരു തട്ടുകൾ ഇടണം.
അതെ ചായ നമ്മള് അമ്മയുടെ ആ ഒരു മൈൻഡ് ഉണ്ട് നമുക്ക്. ആ ഒരു ഇതുണ്ട്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും പറയും നമുക്കൊരു തട്ടുകട വൈകുന്നേരം തട്ട്. ആ ഒരു മൈൻഡ് പറച്ചില്ലാത്രേ ഉള്ളൂ നമുക്ക്. അത് വേറെ കാര്യം. ഒരു കൊച്ചു മനുഷ്യരാമേ. എവിടെ ആയിരുന്നു? ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അറിഞ്ഞില്ലല്ലേ കേറി വന്നിട്ട്? മഴയല്ലായിരുന്നു. ഉറങ്ങി. ഓക്കെ ഓക്കെ. ഉറങ്ങിപ്പോയി. ചാച്ച ഉറങ്ങിപ്പോയി. നമ്മള് കേറി പോയപ്പോ ഉണ്ടായിരുന്നു, സ്ലീപ്പിംഗ് ആയിരുന്നു, അതുകൊണ്ട് കണ്ടില്ല കേട്ടോ. ഞങ്ങള് ചായ ഒഴിച്ചില്ല. അച്ഛനെ അടിക്കാൻ അറിഞ്ഞുകൂടുന്ന ചായ. ഇതിനകത്ത് എന്താ സഞ്ചിക്കകത്ത്? ഓ മണി. ഓ എനിക്ക് വയ്യ. വടച്ചാക്കാത് അതൊന്നും തുറന്നു കാണിക്കില്ല. അതൊക്കെ സീക്രട്ടാ. ഇവിടെ കൊറേ താറാവ് ഉപ്പ് ഉണ്ടായിരുന്നു. അതോട്ട് കയറ്. ഇതൊക്കെ അങ്ങോട്ട് തുറക്ക്. ഇത് നിങ്ങൾ തുറന്നില്ലായിരുന്നു? അയ്യോ ഇത് എന്നേക്കാൾ പൊട്ടിയാ. ഓ അലമാരി നിറച്ചല്ലേ കവർ ഇരിക്കുന്നത് എന്തുവാന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ നോക്കിയില്ല. അമ്മാമ്മ ശ്രദ്ധിച്ചില്ല, ഓടിയങ്ങ് പോയി. ചായ ഒഴിക്കുന്ന രീതിയിൽ അങ്ങ് പോയതാ. അതെ അതെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കടയിലൊന്നുമില്ല, ഒരു സാധനം ഇല്ലായിരുന്നു. ആകെ 2-3 ബിസ്ക്കറ്റ്, അകത്ത് 4 ചന്ദനത്തിരി ഉള്ളായിരുന്നു. അപ്പോഴത്തേന് കട എങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. അകത്തോട്ട് കേറി നോക്ക്. അതിനകത്തോട്ട് ഒരു മിസൈല് വിട്ടോളൊരു പോക്ക്, അടുപ്പിന്റെ കീഴിലോട്ട്. ഒന്നും നോക്കുന്നില്ല. എന്തുവാ ഏതാ അത്? റെഡിയാണോ? അതിരിക്കട്ട്. കുളിക്കാനുള്ള സോപ്പ്, കഴുകുന്ന സോപ്പ്, എണ്ണ, വിളക്ക് തിരിച്ചില, എല്ലാ സാധനവും. കാപ്പിപ്പൊടി, തേയില, ബൂസ്റ്റ്, പിന്നെ ഇവിടെ മാഗിയൊക്കെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് മൊത്തം പലഹാരം നിറച്ചിട്ടുണ്ട്. പലഹാരം, ബിസ്ക്കറ്റ്, സോപ്പ്, ഈ ക്രീം ബിസ്ക്കറ്റ് അല്ലേ തോനെ മേടിക്കുന്ന അല്ലേ? അതപ്പം ആ സ്ട്രാറ്റജി വർക്ക് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ചന്ദനത്തിരി ഞാൻ 20 രൂപയ്ക്ക് കച്ചവടം ചെയ്തു. ആ 20 രൂപ കൊടുത്തിട്ടുണ്ട്. കൈതീട്ടം. അമ്മാമ്മ സാധനം എങ്ങനെ മേടിക്കുന്ന? കുറേശ്ശെ മേടിക്കുന്ന? പൈസ ഉള്ള അനുസരിച്ച് പോയി കുറേശ്ശെ ഇച്ചിരി മേടിക്കും. ഇതിന് എത്ര ആളത്തേക്ക് കാണും ഈ സാധനം? ഇത് ഇനിയിപ്പോ സാധനം ഉണ്ടെങ്കിൽ ആളുകൾ വരും മേടിക്കാൻ. ഇല്ലെങ്കിൽ വരുമ്പോ ഇല്ല എന്ന് പറയുമ്പോ ആളുകൾ പോകും. അവരെ കട ഇനി ഇല്ലെന്ന് പറയണ്ട, സാധനം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് സാധനം. തീരുമ്പോ പറ കേട്ടാ. നമുക്ക് കട എപ്പോഴും നിറഞ്ഞിരിക്കണം. ഓ ഇത് കിട്ടുമ്പോ ഇത് വിൽക്കുമ്പോഴത്തേന് എടി സർപ്രൈസ് ആയിട്ട് പോടി. സർപ്രൈസ് ആവ്. ഒരു ഞെട്ടുന്നൊരു റിയാക്ഷൻ ഉണ്ട് എനിക്ക്. ഞെട്ടു നീ. അയ്യോ അമ്മാമ്മയുടെ ഞെട്ടലായിരുന്നു ഞെട്ടല്. മൈൻഡേ ചെയ്തില്ല. ഒരൊറ്റ പോക്ക്. സെറ്റല്ലേ? സോപ്പുണ്ട്, വിളക്കെണ്ണ ഉണ്ട്, വിളക്കുതിരി ഉണ്ട്, ചന്ദനത്തിരി ഉണ്ട്. കട നിറച്ച് സാധനമായി. അല്ലേ ഈ അമ്മയെ പോയിട്ട് അമ്മ നേരെ ഇവിടെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതിലോട്ടാ കുറച്ച് ശാകല. ഓ അച്ചാച്ചനും ഞാനും നീലേ. ആ ശരിയാ. നല്ല ചായ കേട്ടോ. ഞാൻ ഒന്നും കൂടെ പറയാം. ഓലി ഒരു വാട്ടർഫാൾസിന്റെ അങ്ങോട്ട് പോണ വഴിക്കുള്ള ചായക്കട കേട്ടോ. ഈ വഴിക്ക് ഒരേ ഒരു ചായക്കടയുള്ളൂ എന്റെ അമ്മാമ്മയുടെ. എല്ലാരും പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ ഞാൻ പറയുക. അമ്മ ഇവിടെ ആരെങ്കിലും ചായ പിടിക്കാൻ വന്നായിരുന്നു അമ്മാമ്മ? വരുന്നുണ്ട്. ചോദിച്ചു. എന്നിട്ട് ചായ കുടിച്ചോ? ഓ സെറ്റ്. ആ എല്ലാ സാധനം എല്ലാം ഉണ്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൽ പോണ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ സേഫ്റ്റി സംഭവം ഒന്നുമില്ല. വെള്ളവും കൂടുതലാണ്, വഴുക്കലൊക്കെ. ചായ കുടിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി. ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ അവിടെ വന്നത് കണ്ടിട്ടങ്ങ് പോട്ടോ. അവിടെ ഇറങ്ങുന്ന അത്ര സേഫ് അല്ല അല്ലേ അച്ചാച്ചാ? 12-1 മണിയാവുന്നേരെ തുറന്നു വെച്ചോണ്ടിരിക്കണം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാലേ കേക്കത്തുള്ളൂ. ഇത് തുറന്നു വെച്ചോണ്ടിരിക്കണം. ഇത് അടച്ചിട്ടിട്ട് പോയാൽ കൊണ്ട് 9 മണിയാകുമ്പോൾ അടച്ചിട്ട് പോയാൽ കൊണ്ട് ആൾക്കാർ വരില്ല.
അച്ചാച്ചൻ വരുവോ രാവിലെ തുറക്കാൻ? ഇല്ല, ഞാൻ നമ്മള് ഉറങ്ങും. പണിക്ക് പോകും. പണിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കും. ഇവിടെ ഇരിക്കും. രാവിലെ അച്ഛനും കൂടെ വരും. രാവിലെ ഞാൻ വരും. രാവിലെ ഞാൻ വന്ന് തീയൊക്കെ ചായയൊക്കെ ആക്കി ഇട്ടൊക്കെ ഞാൻ ജോലിക്ക് വന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ഓമനെ അടച്ചിട്ടെങ്കിൽ 11 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടച്ചിട്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ പോകുമ്പോൾ ഇതൊക്കെ തുറന്ന് വെച്ചേക്കുവാണെങ്കിൽ ഇത് കാണുവാണെങ്കിൽ വന്ന് മേടിക്കും. കട എപ്പോഴും നിറഞ്ഞിരിക്കണം, എന്നാലേ കച്ചവടം നടക്കത്തുള്ളൂ. അപ്പൊ ഇല്ലല്ലേ, ഗ്ലാസ് ഇല്ലല്ലേ? അച്ചാച്ച അടിക്കൂലേ ചായ? ചായ കുടിക്കും. ഒഴിക്കും. ഞാൻ കണ്ടിട്ടില്ലല്ലോ. എവിടെ? ചായ കുടിക്കും. മുടി എന്തോ സ്പൈക്കോ? അയ്യോ, ഇതൊന്നും അല്ല. പണ്ട് അച്ഛനോട് ഒരു കുഴി കൂടെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ചീപ്പിട്ടാണ്ട് മുടി ചുരുട്ട്. അത് പണ്ടത്തെ ആൾക്കാരെ സ്റ്റൈലാ. മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു. പോയി. ഇപ്പോഴത്തെ കുരുവി പോയി. ചേഷ്. അവ ചായ മാത്രല്ലോ, ബന്ന കൊണ്ട് അവിടെ വേടിയിര്. ഇപ്പൊ കൊണ്ടുവന്നതാ, ഫ്രഷ് ചൂടാ. ചൂട് പന്നെ. ഞാൻ എങ്ങനെയെങ്കിലും കച്ചവടം നടത്താൻ വിചാരിക്കും, സമ്മതിക്കൂല. നമുക്ക് മീനിടാം കേട്ടോ. ആ സൈഡിൽ ഒരു ചെറിയൊരു കുളമുണ്ട്, ആ സൈഡിലോട്ട് കൊണ്ടുപോയി നമുക്ക് മീനിടാം. എടി പോയി എരെ പിടിച്ചിട്ടോ. മണ്ണരെ കണ്ടിട്ടുണ്ടോ? എന്നാ പോയി എടുത്തിട്ടോ. അമ്മാമ്മ ഈ കൊലയൊക്കെ നമ്മുടെയാണോ ചോദിക്കുന്നേ? നമ്മുടെ ആണോ? നമ്മുടെ ഫ്രണ്ട് ഇരിക്കുമല്ലേ ഇത്? ഇതൊക്കെ എന്റെ അമ്മാമ്മയുടേതാട്ടോ. ഇതെല്ലാം എന്റെ അമ്മാമ്മയുടേതാണ്. ചീനയുണ്ട്, വാഴയുണ്ട്, തെങ്ങൊക്കെ ഉണ്ടല്ലേ അമ്മമ്മ? തെങ്ങുണ്ട്. ആരുടേതാണോ എന്തോ. കൊത്തുന്നുണ്ടോ ഇടുന്നതിന് മുമ്പ്? എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ കിട്ടുമെന്ന്? ഉണ്ടോ? നമ്മളെ നാട്ടിൽ വന്ന് ചൂണ്ടിട്ടാൽ ഒരെണ്ണത്തിനെങ്കിലും കിട്ടും. ഇവിടുന്ന് മീൻ പിടിച്ചിട്ടുണ്ടോ? കിട്ടുമോ ഇവിടുന്ന് മീൻ? അവിടെ മീനുണ്ടോ ഇവിടെ? ആ, ഇപ്പൊ പിടിക്കട്ടെ കുറച്ച് മീനെ. പിടിക്കട്ടോ. ഒരു ചൂണ്ടേ ഉള്ളു. അമ്മാമ ഇങ്ങോട്ട് ഇറങ്ങി പിടി കലക്ക വെള്ളത്തിൽ. ഇഷ്ടം പോലെ മീൻ കിട്ടുമായിരുന്നു. ഞങ്ങള് തോർത്തും കൊണ്ട് പോരുമായിരുന്നു. ചായ പിടിക്ക് ഇറങ്ങിയാന്നോ? പിന്നെ ചായ പിടിക്ക്. അതുകൊണ്ട് അവിടെ കട ചൂട് വന്നുണ്ട്. ബന്ന്, ആ ചൂട് വന്ന് സത്യമായിട്ടുണ്ട്. എന്തിനീ പുച്ഛം? കാര്യമായിട്ട് പറഞ്ഞ ചൂട് വന്നുണ്ട്. എന്നാ ഇതുണ്ട്, മിക്സറുണ്ട്. ഇല്ല ഇവിടെ വെട്ടമില്ല, അതാ കത്തിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അതുകൊണ്ട് ഓമനയമ്മ തോരുന്ന. ആ, എന്നിട്ടല്ലേ ഇവിടെ നിന്ന് അലക്കുന്ന. അങ്ങോട്ട് ഇറങ്ങ, അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് നിക്കാതെ. ചായ കുടി. വൈകുന്നേരം ആകുമ്പോ ചായ കുടിക്കണോന്നാ. എന്നാ ബന്നി തിന്നെ. അതാ ഇവര് ഇപ്പൊ അടിയാവും. ആ ചായ കുടിക്കാ ഒരു സെയിൽ ഇടന്നേ. കണ്ടോ, അവര് ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. എടാ കച്ചവടം നടന്നിട്ടുണ്ടേ കണ്ടോ. ഞാൻ വേണം കച്ചവടം പിടിച്ചെടുക്കാൻ. കണ്ടോ, ഇവളെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. കണ്ടോ കച്ചവടം നടക്കുന്നുണ്ടോ? ഇതെല്ലാം ആൾക്കാരെ കണ്ട ഇൻഫ്ലുവൻസ് ചെയ്യണം. പറയും ചായ കുടിച്ചാ? ചായ കുടിച്ചാ? പൈസ കൊടുത്തില്ലേ? ഞാൻ പൈസ കൊടുത്തേക്കണോ? കുടിക്കാനേ പറഞ്ഞല്ലോ, പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ആ, ഞാൻ കൊടുത്തോളാം. ബന്നു വേണ്ട. ചിപ്സ് ഉണ്ടായിരുന്നല്ലേ? മിക്സറും ഉണ്ട്. ഓക്കെ, നാളെ വരുമ്പോ മേടിക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് എല്ലാരും കൊണ്ടുവരണേ നാളെ. അച്ചപ്പോ മുറുക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ആ, എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ കിടന്ന 2 ദിവസം കൊണ്ട് കച്ചവടം നടക്കും. ഫുള്ള് ഞാൻ തീർക്കും. ചീര കൊണ്ടുപോകുമ്പോ കണക്കായിരുന്നു. അയ്യോ, കിടന്ന് ചന്ത കിടന്ന് വിളിയാതെ ചീര ചീര കൊണ്ടുവച്ചിട്ട് ഒരു മാങ്ങയെന്ന് വിളിക്കണോ? അങ്ങനെ പറഞ്ഞാലേ കച്ചവടം നടക്കും. മീൻ മേടിക്കുന്ന സമയത്ത് മീനേന്ന് വിളിച്ചാലേ അറിയത്തുള്ളൂ അത് മീൻ. അതിരാ കിട്ടിയാച്ചാ? ആ കിട്ടി, ഉണ്ട കിട്ടി. പിന്നെ ഇതിനാണ് ഇത്ര വലിയ റിയാക്ഷൻ എടുത്തത്. ഞാൻ വിചാരിച്ചു ഏതാണ്ട് സ്രാവിനെ പിടിച്ചത്. കണ്ടായിരുന്നല്ലേ? മീൻ കിട്ടിയായിരുന്നു കേട്ടോ, അത് ചാടിപ്പോയി. വേണ്ട, കുഞ്ഞമ്മ എത്തിയിട്ടുണ്ട്. അയ്യോ കുഞ്ഞമ്മ ക്യാമറ കാണുമ്പോ കുഞ്ഞമ്മ അയ്യോ കട ഓക്കെ. സാധനങ്ങൾ കണ്ടോ? സാധനങ്ങളൊക്കെ ആയോ? ഇഷ്ടം പോലെ ആയി. 6 മാസം സാധനം ഉണ്ട്. എന്തോ വേണം?
നിറയെ സാധനം കൊണ്ടുവന്ന് മനസ്സ് നിറച്ചത് ഞാൻ. എന്നും പറയും ഞമ്മ കട സാധനമില്ലാന്ന് നമ്മളെടുത്തൊന്നും പറയത്തില്ല. ഒന്നുമില്ലെങ്കിൽ പറയണ്ടേ? ഇത് പറയായിരിക്കും, നമ്മൾ അറിയോ അല്ലേ? പറഞ്ഞെങ്കിലല്ലേ നമ്മൾ അറിയത്തുള്ളൂ. സാധനം ഇല്ലെങ്കിൽ ഒന്നും മിണ്ടൂല. അടുത്ത് പറയും ഒന്നുമില്ലടി ഒന്നുമില്ലടി. അടുത്തതിന് സാധനം തരുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. അല്ല ഇത് വിറ്റ് ഇറക്കുമ്പോ പൈസ കാണുമല്ലോ. എന്തായാലും കുറച്ചുകൂടെ വേണം. വേണ്ട ഇത്രയും സാധനം. പക്ഷെ ഇത്തിരി കൂടെ അത് കുറച്ചുകൂടെ അങ്ങോട്ടാക്കിയിരുന്ന ഇത്തിരി കൂടെ സാധനം വെക്കായിരുന്നു അല്ലേ? ഏരൂർ പഞ്ചായത്തിലാട്ടോ ഓലേരൂർ സൈഡിലുള്ള ഈ കടയിൽ കറണ്ട് ഇല്ല. അപ്പം അവിടെ കണ്ട ലൈൻ പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊരു കറണ്ട് വലിച്ചാൽ മാത്രം മതി. വേണമെങ്കിൽ വീട്ടു നമ്പർ വേണം, ഇതിന് നമ്പർ വേണം. ഓ കട നമ്പർ വേണം അല്ലേ? അങ്ങനത്തെ കുറച്ച് ലീഗൽ നമ്പർ ഉണ്ടെങ്കിൽ അവകാശ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇതിപ്പോ നമുക്ക് പഞ്ചായത്തുകാർ നമുക്ക് തരുമോ കൈവശം? ഓ അതില്ല. കട അടക്കി വന്നേനി. ആ ഈ സാധനം ഒന്ന് പറക്കി ഒതുക്കണം കേട്ടോ. എലി ഉണ്ടെന്ന് ഈ കടയില്. എലി ഉണ്ടോ? എലിവശം മേടിച്ചില്ലേ നമ്മള്? അത് മറന്നുപോയി. അടുത്ത പ്രാവശ്യം ആവട്ടെ. പെണ്ണെ പറക്കി വെയ്യ പേടിച്ച പറക്കി വെയ്യണ്ട സാധനം. കുഞ്ഞമ്മേട് പറഞ്ഞ് പണ്ട് മുതലേ എനിക്ക് കഷ്ടപ്പാടാ നെല്ല് ചുമന്നും, പിന്നെ അതുകൊണ്ടാ എന്റെ ഏണൊക്കെ വയ്യാതായത് എന്നൊക്കെ പറഞ്ഞിട്ടാ കാട് വെട്ടുന്നത്. അപ്പൊ ഇന്ന് മനസ്സ് നേരെ കൊച്ചുപോകാൻ കൊണ്ട് തന്നെ. അപ്പൊ മോനെ തീരുമ്പോ അമ്മാമയ്ക്ക് ഇതുപോലെ ഇനി തീരുമ്പോ അമ്മാമയ്ക്ക് സാധനം, കട നിറച്ച സാധനം. എല്ലാരും കുഞ്ഞമ്മ എല്ലാരും കാണുന്നില്ലേ? സന്തോഷമല്ലേ അതില്? നെല്ല് പോകുന്നായാലും നമ്മളും അമ്മയുടെ കൂടെ നടന്ന് കുഞ്ഞമ്മേ ഉണ്ടായിരുന്നു. നെല്ല് നമുക്ക് നമ്മൾ ഈ വൈകി അന്ന് ഈ റോഡില്ല ഇല്ല. അതേ കണക്ക് നമ്മൾ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്കിപ്പോ ഒരു ദൈവം ദൈവം തന്നു. ഇനി എന്നും അതുകൊണ്ട് അമ്മാമ്മയ്ക്ക് കടയിൽ സാധനം തീരുമ്പോ കട ഇനി കാലിയായിട്ടിരിക്കത്തില്ല. ഇനി കട നിറച്ച സാധനമായിരിക്കും കടയിൽ. ഞാൻ അതാ അവളോട് പറഞ്ഞടി നിന്റെ കൊച്ചുമോ നന്നായി വരട്ടെ, അപ്പൊ നിനക്കെല്ലാം കൊണ്ടുവന്നു പറഞ്ഞു പറയിക്കുന്നല്ലേ ഇവര് പറയണേ. സത്യമായിട്ട് അമ്മാമ്മ പറഞ്ഞാണ്. ഇനി നമുക്ക് വീട്ടിലോട്ട് കയറി പോവാം. അമ്മാമ്മ ചക്കക്കുരു മാങ്ങയൊക്കെ വെച്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. എന്നിട്ട് അവിടെ രണ്ട് സൗണ്ട് കേട്ടിട്ടേ പോകും. രണ്ട് പടക്കൂടെ പൊട്ടിച്ചിട്ട് നമുക്ക് പോവാം. ചക്കക്കുരു മാങ്ങയും കറി. ചക്കക്കുരു മാങ്ങയും കറി, ചോറ്, അവിയല്, മീൻകറി ഉണ്ടോ? മീൻകറി. മീൻകറി ഉണ്ട്, അച്ചാർ. കുഞ്ഞു പ്ലേറ്റ് എടുത്തോണ്ട് മീൻകറി എടുക്കാം. ഇച്ചിരി ചക്കക്കുരു മാങ്ങയും കറി ഇങ്ങോട്ട് എടുക്ക. ഉണ്ടമുളക് കേട്ടോ, അവിടെ നല്ല മണം കാണും. കുറച്ച് അവിയലൂടെ അങ്ങോട്ട് വെക്കാം. ഒരു മീനൂടെ എടുക്കാല്ലേ? ഒരു മീനും കൂടെ അങ്ങോട്ട് എടുത്ത്. ധൈര്യല്ലേ? പിന്നെ കൊഴിയാളെ മീനൂടെ എടുത്ത് വെച്ച് നോക്കും. കഴിച്ചോ? അടിപൊളി ടേസ്റ്റ് കേട്ടോ. കഴിച്ചിട്ട് വരാവേ. പോവാന്നോ? പോട്ട്. ഓക്കെ. ഇവിടെ ഒരു ഉത്സവം കേട്ടോ. അപ്പൊ അമ്മാമ്മക്ക് ഇങ്ങോട്ട് ആക്കാന്ന് വെച്ച്. ഇനി കച്ചവടമൊക്കെ ഞെരിച്ച് നടക്കണം കേട്ടോ. സാധനം തീരുമ്പോ പറയണം. പറയോ? ഇങ്ങോട്ട് നോക്കിട്ട് പോ. തീരുമ്പോ പറയും ഇത് വിറ്റ് ഇറക്കി കാശുണ്ട് മോന്റെ മേടിച്ചിട്ടുണ്ടോ? അത് വേണ്ട, എനിക്ക് കാശൊന്നും വേണ്ട. കാശൊന്നും മുടക്കണ്ട, ഇത്രയും കാശ് ചെയ്താ വേണ്ട വേണ്ട വേണ്ട. സാധനം തീരുമ്പോ പറഞ്ഞാൽ മതി. ഇപ്പൊ സമയം ഏതാണ്ട് 9 മണി ആയിട്ടുണ്ട്. നമ്മള് കുറെ നേരം അമ്മയുടെ വീട്ടിൽ ഇരുന്ന് കേട്ടോ. പിന്നെ അമ്മാമ്മ അവിടെ അടുത്ത ഉത്സവമല്ലേ, അവിടെ അടുത്തൊരു ഉത്സവമുണ്ട്. പിന്നെ അങ്ങോട്ട് ആക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. അമ്മമ്മ സർപ്രൈസ് ആയോന്ന് എനിക്കറിയില്ല, പക്ഷെ സന്തോഷമായി അമ്മ. അമ്മ കണ്ടില്ല. അമ്മമ്മ കണ്ടില്ല. നമ്മളെല്ലാം ചെന്നപ്പോ ചായ കുടിക്കാനുള്ള തിരക്കില്ല. ഞങ്ങൾ ചായ ഇട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവര് പോയി പെട്ടെന്ന് അടുപ്പ് കത്തിക്കാനുള്ള ഓട്ടത്തിലായി. അപ്പൊ ശ്രദ്ധിച്ചില്ല. എന്തായാലും അമ്മമ്മക്ക് സന്തോഷമായിട്ടുണ്ട്. അമ്മ ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? ഞാൻ ഭയങ്കര കട അന്ന് നമ്മള് ചെന്ന് തുറന്നപ്പോഴേ കൊച്ചു വന്നപ്പോ അയ്യോ അമ്മമ്മയുടെ കടയിൽ ഒന്നുമില്ല, കൊച്ചു എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അമ്മാമ്മ അടുത്ത് പറഞ്ഞാ തുറന്ന് കാണിക്ക്. ഞാൻ വിചാരിച്ച അതിനകത്ത് ഒത്തിരി സാധനം കാണുമോ, ഒന്നില് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കട നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് പുറമ്പോക്കിലിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാരും കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം അത് കട ഒന്ന് ശരിയാക്കി, കടയാകുമ്പോൾ ശരിയായി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് സ്വന്തം പ്രോപ്പർട്ടി അല്ല. അതെ, സ്വന്തം വസ്തുവിലാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. നമുക്ക് എടുക്കാൻ പറ്റും. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്.
ഒരു ചെറിയൊരു സർപ്രൈസ് വീഡിയോ ആയിരുന്നു അമ്മാമ്മയ്ക്ക് കൊടുത്തേ. അപ്പൊ ഈ യാത്രയുള്ള എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ അത്രയുള്ള ഈ ഒരു വീഡിയോ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇനി വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ബൈ.